ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന CRT ടി വികളില്ലേ, അതിൻ്റെ ഇടയ്ക്കൊരു സബൂഫർ സിസ്റ്റം വരുന്നൊരു മോഡൽ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു. പണ്ട് കാലത്ത് BPLൻ്റെ ഫോണിനകത്തൊക്കെ BPL ടി വിക്കകത്തൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഈ ടി വിയുടെ ടോപ്പിൽ തന്നെ സെപ്പറേറ്റ് ക്യാബിൻ്റെ അകത്ത് 2000 വാട്ട്സ് PMVO, 1200 വാട്ട്സ് PMVO അങ്ങനെ പല പല മോഡലുകൾ വരുന്ന ടി വികൾ അന്ന് ഇറക്കിയായിരുന്നു. ഈ CRT ടി വിയുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ബോർഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രാപ്പ് ഷോപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ഷാർപ്പിൻ്റെ ഒരു സബൂഫർ സിസ്റ്റം നമുക്ക് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് കിട്ടി. പിന്നെയാണ് എനിക്കിത് ഈ സബൂഫർ സിസ്റ്റം തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് എങ്ങനെയുള്ള പെർഫോമൻസ് കിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വണ്ടിക്കകത്ത് ആ സബൂഫർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ സാധനം നമ്മൾ ഫുള്ള് ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാബിനെല്ലാം വാഷ് ചെയ്ത് സെറ്റായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം. 30 വാട്ട്സിന് 2 6 ഇഞ്ചിൻ്റെ വൂഫറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 18 സ്ക്രൂ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള നോയ്സും കാര്യങ്ങളും വൈബ്രേഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത്രയും സ്ക്രൂ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. $1500 വാട്ട്സ് PMVO, 1200 വാട്ട്സ് PMVO, 2000 വാട്ട്സ് PMVO അങ്ങനെയൊക്കെ പല രീതിയിലായിരുന്നു അന്ന് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ കുറച്ച് ചെളിയും ഡസ്റ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ല പഞ്ചുവാസ് കിട്ടാനും വൈബ്രേഷൻ കുറയ്ക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കാം. നമ്മളിന്ന് ഇതിൻ്റെ അകത്താണ് ഈ ഷാർപ്പിൻ്റെ സബൂഫർ സിസ്റ്റം ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വയറിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റീരിയോ വെച്ച സമയത്ത് തന്നെ നമ്മുടെ കയ്യിലൊരു വേർടെക്കിൻ്റെ ഒരു സബൂഫറിൻ്റെ ആമ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഹോം തിയേറ്ററിൻ്റെ ബോക്സ് ഒക്കെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മളിന്ന് അത് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആ ഷാർപ്പിൻ്റെ സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മറ്റുള്ള സബൂഫറുകൾ ഇതുപോലുള്ള ചെറിയ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഇത് പക്ഷേ ഈ വണ്ടിക്ക് ഇതുപോലുള്ള ചെറിയ വണ്ടികൾക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കറക്റ്റ് പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യാത്ത രീതി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്.
തുടർന്ന് ഇതുപോലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.